ഹായ് ഫ്രണ്ട്സ്, മണ്ണത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു അഗ്ലോണിമയുടെ കോംബോ സെറ്റായിട്ടാണ്. അപ്പോൾ ചെറുതെന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ പ്ലാന്റ്സ് ഈ ഒരു വീഡിയോയിൽ കണ്ട പോലെ തന്നെ അത്ര ബിഗ് സൈസ് അല്ല, ഒരു നമുക്ക് എന്താ പറയുക സീലിംഗ് സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിങ്ങനത്തെ 7cm പോട്ടിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ എല്ലാം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അതേ ചിലതിലിങ്ങനെ ഡബിൾ ഷൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഷൂട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ നമ്മളിത് ഇതിൽ കുറച്ച് പ്ലാന്റ്സ് ഞാൻ 3cm ചെറിയ പോട്ടിലേക്ക് മാറ്റിയതാണ്. ഞാൻ ഒരു 400 റുപ്പീസിനാണ് പിന്നെ ഒരു കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അയക്കുന്നത് വിത്ത് പോട്ടോട് കൂടിയിട്ടായിരിക്കും കേട്ടോ. ഈ ഒരു 3 പ്ലാന്റ് വിത്ത് പോട്ടടക്കമായിരിക്കും നമ്മൾ കൊറിയർ അയക്കുക. 400 റുപ്പീസ് കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കൊരു 70 നമുക്ക് ഈ 3 പ്ലാന്റ് ഒറ്റ കൊറിയറിൽ അയക്കാൻ പറ്റും. 4 കോമ്പോണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ കോമ്പോയിലും 3 പ്ലാന്റ് ഉണ്ട്. റേറ്റ് വരുന്നത് 400, കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും കോംബോ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതെല്ലാ പ്ലാന്റ്സിൻ്റെയും ബിഗ് സൈസ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ലോഡ് വന്നപ്പോൾ സീഡ്ലിങ്സ് ഉണ്ടോ, അല്ലെങ്കിൽ വളരെ റേറ്റ് കുറവിൽ പ്ലാന്റ് സെറ്റ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ള വെറൈറ്റീസ് വെച്ചിട്ട് ഇതിലെനിക്ക് തോന്നുന്നു അത്ര ലോക്കൽ വെറൈറ്റീസ് ഒന്നും ഇതിലില്ല. അത്യാവശ്യം നല്ല കുറച്ച് ഡിമാൻഡുള്ള പ്ലാന്റ്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 3 പ്ലാന്റ് 400 റുപ്പീസ്. നമുക്ക് ഓരോ കോംബോ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. അതെ, ഫസ്റ്റത്തെ കോംബോ ഈ ഒരു 3 പ്ലാന്റാണ് കേട്ടോ. ഇത് പിങ്ക് പന്തീരാണ്. പിന്നെ വന്നിട്ടുള്ളത് പാരറ്റിൻ്റെ പ്ലാന്റാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 320 ആണ് നമ്മുടെ റേറ്റ് ഇരുന്നത്. ഇപ്പം നമ്മൾ പുതിയ കൺസ്യൂമെൻറ്റിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നത് 200-നാണ്. ഇത് അതിൻ്റെ ചെറിയ പ്ലാന്റാണ്. ദെൻ തേർഡ് പ്ലാന്റ് വരുന്നത് പിങ്ക് ഡോട്ടഡ് ആണ്. ഗ്രീൻ ലിസ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിൽ പിങ്ക് ആണ് ഡോട്ട് വരുന്നത്. കണ്ട, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോംബോ. 3 പ്ലാന്റ് 400 റുപ്പീസിൻ്റെ കേട്ടോ. ഇത് സെക്കൻഡ് കോംബോ. അപ്പോൾ ഇതിൽ റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ട്രൈ കളറിൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. തേർഡ് വൺ ഹാങ് ആണ്. വിത്ത് പോട്ടൊക്കെ കഴിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പല ആൾക്കാരും സീലിംഗ് സൈസ് മേടിച്ചിട്ട് പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും മേടിച്ചിട്ടൊക്കെ നമുക്ക് അങ്ങനെ കുറച്ച് പേര് കംപ്ലയിൻസ് ഒക്കെ പറയാറുണ്ട്. സോ നമ്മളിത് നമ്മുടെ പോട്ടി മിക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ റിമൂവ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പ്ലാന്റ് ചെയ്യാം. കുറച്ച് ഗ്രോത്ത് വന്നതിന് ശേഷം മാത്രം വേറെ പോട്ടിലേക്ക് റീപ്ലാന്റ് ചെയ്താൽ മതി. ഇതാണ് സെക്കൻഡ് കോംബോ. തേർഡ് കോംബോയിൽ പിങ്ക് ഡാൽമൻഷൻ്റെ പ്ലാന്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. പിങ്കാണ്, വൈറ്റ് അല്ല കേട്ടോ, വൈറ്റ് ഡോട്ടർ അല്ല, പിങ്ക് ഡാൽമൻഷൻ. അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് റെഡ് വൈൻ്റെ പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് സിംഗിൾ പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ്. അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഗ്രീൻ വൈൻ്റെ പ്ലാന്റ്. ഇതിലിങ്ങനെ രണ്ടും വൈൻ വെറൈറ്റി ആണ് കേട്ടോ. റെഡ് വൈൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിനും റെഡ് വൈൻ തന്നെയാണ് പലരും പറയുന്നത്. ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റാണ്. ഇതിലിങ്ങനെ ഗ്രീനാണ് കൂടുതലുണ്ടാവും. നടുവിലാണ് ഇങ്ങനെ ബോർഡറിലൊക്കെയാണ് പിങ്ക് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇത് ഫുള്ള് റെഡ് വരുന്നത്. ഇതാണ് നമ്മുടെ തേർഡ് കോംബോ. ഫോർത്ത് കോംബോയിൽ ട്രൈ കളറിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. സെക്കൻഡ് വൺ സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ്. തേർഡ് ഗർഗ്. അത്യാവശ്യം മെച്ചൂർഡായിട്ട് റെഡ് ഷെയ്ഡ് കയറി വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഇപ്പോൾ എനിക്കത് വലിയ പ്ലാന്റായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഞാൻ ഒരു മീഡിയം സൈസ് ഞാൻ പറയില്ല, കാരണം ഞാൻ സീഡ്ലിംഗ് സൈസ് എന്ന് പറയുന്നത്. കാരണം സീഡ്ലിംഗ് അല്ല, ഞാൻ പറയുള്ളൂ നമുക്ക് ഇങ്ങനെ ഷൂട്ടുകൾ വരുന്നതും അങ്ങനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തൊക്കെ നമ്മൾ അങ്ങനെ നോഡ് കട്ട് ചെയ്തൊക്കെ പിടിപ്പിക്കുന്ന പ്ലാന്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റേറ്റിൽ ഞാൻ കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. വിത്ത് പോട്ട് അടക്കമാണ് അയക്കുക. 3 പ്ലാന്റ് 400 റുപ്പീസ്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. ഇൻസൈഡ് കേരള ചാർജ് വരുന്നത് 70 ആണ്. തമിഴ്നാട്, കർണാടക ആ ഒരു സൈഡൊക്കെ നമുക്ക് വരുന്നത് 100 റുപ്പീസാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. വീഡിയോ ഇഷ്ടമാവും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.